നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. എന്ത് പറഞ്ഞിനി ഇയാളുടെ പ്രകടനത്തെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. 10-ൽ 10, മെസ്സി മാജിക്, സമ്പൂർണ്ണം, പരിപൂർണം എന്നൊക്കെ പറഞ്ഞ് മടുത്തു. ഇനി വല്ല പുതിയ വാക്കുകളും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആബ്സല്യൂട്ട് മാഡ്നസ് ആണ് ലിയോ മെസ്സി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ആബ്സല്യൂട്ട് മാഡ്നസ്. നോക്കുക, ഇപ്പോൾ ഇന്നത്തെ കളി തന്നെ MLS കോൺഫറൻസ് സെമി ഫൈനലാണ്. തകർപ്പൻ വിജയം സിൻസിനാറ്റിക്കെതിരെ ഇന്റർ മയാമി നേടുമ്പോൾ മയാമിയുടെ 4 ഗോളുകൾക്ക് പുറകിലും ലിയോ മെസ്സി 1 ഗോളും 3 അസിസ്റ്റുകളും. 10-ൽ 10 അദ്ദേഹത്തിന് sofascore.com നൽകിയ റേറ്റിംഗ്. അതിപ്പോൾ സ്ഥിരമാണ്. 1 ഗോളും 3 അസിസ്റ്റും കൂടാതെ 4 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 8 കീ പാസുകൾ ഉണ്ടായിരുന്നു. 46 പാസുകളിൽ 41 ലക്ഷ്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ 89% പാസിംഗ് ആക്യുറസി. 4 ഡ്രിബിളിംഗ് അറ്റംപ്റ്റ്, അതിൽ 2 സക്സസ്ഫുൾ ആയി. നോക്കുക, 38 വയസ്സാണല്ലോ ലിയോ മെസ്സിക്ക്. ഒരു 38-കാരൻ എന്ന നിലയിൽ, അതായത് 38 വയസ്സ് തികഞ്ഞ ശേഷം 27 കളികളിൽ നിന്നും 30 ഗോളുകളും 20 അസിസ്റ്റുമാണ്. അതായത് 38 വയസ്സിൽ 27 കളികളിൽ നിന്ന് 50 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ആബ്സല്യൂട്ട് മോൺസ്റ്റർ എന്നല്ലാതെ എന്താ വിളിക്കേണ്ടത്? ഇനി 2025 ഗോൾ കോൺട്രിബ്യൂഷൻസിന്റെ കണക്കെടുക്കുക. ഒന്നാമത് ലിയോ മെസ്സിയാണ്, 71 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ ഒറ്റ വർഷം. കിലിയൻ എംബാപ്പയാണ് രണ്ടാമത്, 64. ഹാരി കെയ്ൻ മൂന്നാമത്, 62. എർലിംഗ് ഹാലൻഡ് തൊട്ടുപുറകിൽ 58. സോ സ്റ്റിൽ ഗോയിങ് സ്ട്രോങ് അറ്റ് 38. അതാണ് മെസ്സിയെ വ്യത്യസ്തനാക്കുന്നത്. ഇനി മെസ്സിയുടെ കഴിഞ്ഞ 7 കളികൾ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. 11 ഗോളുകളും 11 അസിസ്റ്റുകളുമാണ്. കഴിഞ്ഞ 7 കളികളിൽ നിന്ന് 22 ഗോൾ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഓരോ 28.6 മിനിറ്റുകളിലും 1 ഗോൾ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൽ നിന്ന് വരുന്നു. ആബ്സല്യൂട്ട് മാഡ്നസ് എന്നല്ലാതെ എന്താ പറയുക? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.